Hello and welcome back everyone. എല്ലാവർക്കും മേഗ്രിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ തംബ്നെയിൽ കണ്ടാണോ? യെസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള മൈക്രോ എസ്യുവി അല്ലെങ്കിൽ കോമ്പാക്ട് എസ്യുവി സെഗ്മെന്റിൽ വരുന്ന ടാറ്റയുടെ പഞ്ച് ആണ്. ഒറ്റ നോട്ടത്തിൽ ബേബി ഹാരിയർ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് നാൾ ലുക്കും തന്നെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഹാരിയർ ആണോ എന്ന് തന്നെ വിചാരിച്ചു പോകും. യെസ്, ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇമ്പാക്ട് 2.0 ഡിസൈൻ ശൈലിയിൽ വരുന്ന ആൽഫ ആർക്കിടെക്ചറിൽ നിന്നാണ്. അതായത് കറൻലി നമ്മുടെ ടാറ്റ അൾട്രോസിലൊക്കെ വരുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ പഞ്ചിനെ എത്തിച്ചിട്ടുള്ളത്. അൾട്രോസിന്റെ ആ ഒരു സെഗ്മെന്റിൽ പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ അത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക്, പ്രത്യേകിച്ച് ഇതിന്റെ സെക്കൻഡ് റോ, അതായത് ആ ഒരു റിയറിൽ നമുക്ക് ഫ്ലാറ്റ് ഫ്ലോർ ഒക്കെ വരുന്നത് കാരണം 3 പേർക്ക് കംഫർട്ട് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ഈ ഒരു വാഹനം ക്ലോസ് ലുക്കിൽ ഒന്ന് വാക്ക് റൗണ്ട് ചെയ്ത് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഹുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഉയർന്ന രീതിയിലുള്ള നമ്മുടെ ആ ഒരു ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഹുഡ് കാണത്തക്ക വിധത്തിലാണ് ഈ ഒരു ഹുഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെയിം നെക്സോണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ആ ഒരു ട്രൈയാരോ പാറ്റേൺ നൽകിയിരിക്കുന്നത് കാണാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടാറ്റ വെഹിക്കിൾസിലും വരുന്ന ഈ ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹ്യൂമാനിറ്റി ലൈൻ നമുക്ക് ആ ഒരു ക്രോമിയം ഫിനിഷിങ്ങിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ആ ഒരു ലോഗോ നമുക്കിവിടെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നതും കാണാം. അവിടുന്ന് ആ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു LED DRL, ഒരു സ്ട്രിപ്പ് LED DRL പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ഫംഗ്ഷൻ DRL അല്ലെങ്കിൽ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ്, ആ ഒരു യൂണിറ്റിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാം. വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഹാരിയറിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ HID അല്ല, ഹാലജൻ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ഒരു ഡ്യുവൽ ചാമ്പർ പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ ബമ്പറാണ്. താഴത്തായിട്ട് നമുക്ക് ആ ഒരു SUV സ്റ്റാൻസിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ഏറ്റവും താഴത്തായിട്ടാണ് നമുക്ക് ആ ഒരു ഫോഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ലോവർ ഗ്രില്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നെക്സോണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു ട്രൈയാരോ പാറ്റേൺ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നതും കാണാം. ഫോഗ് ലാമ്പിൻ്റെ ഒരു ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോർണറിംഗ് ഫംഗ്ഷൻ ആണ് വരുന്നത്. അതായത് ഈ ഒരു ഹെഡ് ലാമ്പ് ഓൺ ആയിരിക്കുന്ന സമയത്ത് സപ്പോസ് നമ്മുടെ ഫോഗ് ലാമ്പ് ഓഫ് ആണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിക്കുന്നതിനനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഫോഗ് ലാമ്പ് ഓൺ ആവും. അതെവിടെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹെയർ പിൻ ബെൻഡ്, ഒരു ചുരമൊക്കെ കയറുന്ന സമയത്ത്, ഒരു ഹെയർ പിൻ ബെൻഡൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു കോർണറിലേക്കുള്ള വിസിബിലിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കോർണറിംഗ് ഫംഗ്ഷൻ നൽകിയിട്ടുള്ളത്. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ബമ്പർ മുതൽ തുടങ്ങുന്ന ആ ഒരു മസ്കുലർ ഡിസൈൻ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ആ ഒരു വീൽ ആർച്ചസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഫെൻഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വീൽ ആർച്ചസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബോഡി ക്ലാഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് ബമ്പറിന് തുടങ്ങി ഇതാ അവിടെ ബാക്ക് എൻഡ് വരെ ആ ഒരു റിയർ ബമ്പർ വരെ നമുക്ക് ആ ഒരു ക്ലാഡിംഗ് പോകുന്നത് കാണാം. ഈ ഒരു സൈഡ് ഡോറിന് മുകളിലായിട്ട് ഒരു ക്ലാഡിംഗ് നൽകിയിട്ടുണ്ട്. നെക്സോണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേണിലുമാണ് ആ ഒരു ക്ലാഡിംഗ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം റഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെയിൻറ്റ് ഡാമേജ് ആവാതിരിക്കാൻ ഇത്തരം ക്ലാഡിംഗ് ഉള്ളത് യൂസ്ഫുൾ ആവും. ഇനി വീൽസിലേക്ക് പോകുന്ന സമയത്ത് ഇതിലൊരു 16 ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നെക്സോൺ മിഡിൽ ഓപ്ഷനിലൊക്കെ വരുന്ന 195/60 R16 പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇനി മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു മിററിൻ്റെ മുകളിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. അതായത് ഇതിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്ന ഈ ഒരു വൈറ്റ് കളർ നമുക്ക് റൂഫിൽ വരുന്ന ആ ഒരു സെയിം വൈറ്റ് കളർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇത് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഡ്യുവൽ ടോൺ കളറിലാണ്. അതായത് ബോഡി കളർ വരുന്നത് നമുക്ക് ടൊർണാഡോ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിലാണ്. റൂഫിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു പേൾ വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പില്ലേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു ഫ്രണ്ട് പില്ലറാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ B പില്ലർ, C പില്ലർ നമുക്ക് വരുന്നത് ബ്ലാക്ക് കളറിൽ തന്നെയാണ്. കുറച്ച് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ റൂഫും അതേപോലെ തന്നെ വണ്ടിയുടെ ബോഡി കളർ തമ്മിൽ ഒരു സെപ്പറേഷൻ ഈ ഒരു ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റൂഫ് റെയിൽസ് വന്നിട്ടുള്ളത് വളരെ സ്റ്റൈലിഷ് ആയിട്ട്, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള അത്യാവശ്യം ചെറുതാണെങ്കിലും വളരെ എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള ഒരു റൂഫ് റെയിൽസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു SUV ഫീൽ തരാൻ ഈ ഒരു റൂഫ് റെയിൽസിന് സാധിക്കുന്നുണ്ട്. പഞ്ചിന്റെ ടോപ്പ് വേരിയന്റ് ആയ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേരിയന്റിൽ മാത്രമാണ് ഈ ഒരു റൂഫ് റെയിൽ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു വാഹനത്തിന്റെ ഡോർ ഹാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അൾട്രോസിലൊക്കെ വരുന്ന അതേ ഒരു ഫ്രണ്ട് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് റിക്വഡ് സെൻസർ കാണാം, അതായത് പാസീവ് എൻട്രിയുടെ ആ ഒരു സെൻസർ ബട്ടൺ ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം.
അതേപോലെ പിറകിലെ ഡോർ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ അൾട്രോസിലേക്കുള്ള പോലെ തന്നെ ആ ഒരു സി പില്ലറിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഡോർ ഹാൻഡിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിലും നമുക്ക് അൾട്രോസിലുള്ള പോലെ തന്നെ വൈഡ് ആംഗിൾ 90 ഡിഗ്രി വൈഡ് ആംഗിൾ ഓപ്പണിംഗ് ഡോർസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ഒക്കെ ഇത്തരം ഡോർ ഉള്ളതുകൊണ്ട് സഹായിക്കും. ഇനി ടെയിൽ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. റിയർ ഫെൻഡറിലേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് ടാറ്റയുടെ ആ ഒരു ബ്രാൻഡ് നെയിമിംഗ് ഈ ഒരു ടെയിൽ ലൈറ്റിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ടാറ്റയുടെ ആ ഒരു സിഗ്നേച്ചർ ട്രൈ ആരോ പാറ്റേൺ നമുക്ക് ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ലൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമുക്കൊരു ട്രൈ ആരോ ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത്. ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഈ ഒരു ട്രൈ ആരോ ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചൊന്ന് സ്മോക്ക് ചെയ്ത രീതിയിലുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റും ഒക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ കാണാം. ഇനി ടെയിൽ ഡോറിലേക്ക് വരുന്ന സമയത്ത് ആ ടെയിൽ ഡോറിൻ്റെ മുകളിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോയിലർ ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം. സ്പോയിലറിൻ്റെ മുകളിൽ തന്നെയായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റോപ്പിംഗ് ലാമ്പും നൽകിയിട്ടുണ്ട്, LED സ്റ്റോപ്പിംഗ് ലാമ്പും നൽകിയിട്ടുണ്ട്. റിയർ വിൻഷീൽഡിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് റിയർ വൈപ്പർ വാഷറും അതേപോലെ തന്നെ റിയർ ഡീഫോഗറും നൽകിയിരിക്കുന്നത് കാണാം. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ടെയിൽ ഡോറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മസ്കുലാർ ഫിനിഷ് നമുക്ക് ഈ ഒരു ടെയിൽ ഡോറിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. ഇവിടെ സെൻട്രലായിട്ട് ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴത്തായിട്ട് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നൽകിയിരിക്കുന്നത് കാണാം. അതിൽ ഏറ്റവും താഴത്തായിട്ടാണ് നമുക്കിവിടെ പഞ്ചിൻ്റെ നെയിം ബാഡ്ജിങ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടാറ്റയുടെ മറ്റുള്ള വാഹനങ്ങളിലുള്ള പോലെ തന്നെ വേരിയൻറ്റ് നെയിമിങ് വണ്ടിയുടെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഫ്രണ്ട് ബമ്പറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ റിയർ ബമ്പറിൻ്റെ മുകളിൽ നമുക്ക് ഒരു ബ്ലാക്ക് ക്ലാഡിങ് നൽകിയിരിക്കുന്നത് കാണാം. ആ ഒരു മഡൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബമ്പറിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ചെറിയ റിഫ്ലക്ടർ നൽകിയിട്ടുണ്ട്. ട്രൈ ആരോ പാറ്റേൺ ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം. റിയറിൽ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്, 2 പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലോവർ ബമ്പറിലേക്ക് വരുന്ന സമയത്ത് ഒരു മസ്കുലാർ ഫീലിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു സെപ്പറേഷൻ നൽകിയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എത്രത്തോളം സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പാസീവ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ബട്ടണാണ് ഇവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ആ ഒരു ഇലക്ട്രിക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് നൽകിയിട്ടുള്ളത്. ബൂട്ട് സ്പേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 366 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പാക്ട് SUVകളെ എടുത്ത് നോക്കുന്ന സമയത്ത് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്കിവിടെ ഒരു റിമൂവൽ പാർസൽ ട്രേ നൽകിയിരിക്കുന്നത് കാണാം. ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് 2 സൈഡിലും 1 കിലോ വരെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന 2 ഹുക്ക്, എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹുക്കിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബൂട്ട് ലാമ്പും നൽകിയിരിക്കുന്നത് കാണാം. ഇനി ഓവറോൾ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 3827 mm ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. കൂടാതെ 1742 mm വിഡ്ത്തും 1615 mm ഹൈറ്റുമുള്ള വാഹനമായതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ പഞ്ച് ഓഫർ ചെയ്യുന്നുണ്ട്. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയ അപ്രോച്ച് ആംഗിൾ കൂടെ ഉള്ളത് കൊണ്ട് ഒരു സെമി ഓഫ് റോഡൊക്കെ ഈസി ആയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിന്റെ ഫസ്റ്റ് ഡ്രൈവ് ഇംപ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ പേര് പോലെ തന്നെ അത്യാവശ്യം പഞ്ചി ആയിട്ടുള്ള ഇനീഷ്യൽ ആക്സിലറേഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടിയാഗോയിലും അൾട്രോസിലും ഒക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ 1.2 ലിറ്റർ ട്രൈബട്രോൺ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു എഞ്ചിൻ 86 PS പവറും 113 Nm ടോർക്കും മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഡൈനാ പ്രോ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറിയൊരു ടർബോന്റെ ഒരു ഫീല് നമുക്ക് ഇനീഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവും. ആ ഒരു ടെക്നോളജി നമുക്ക് ഫ്രണ്ട് ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഹുഡാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു എഞ്ചിൻ റൂം നോക്കിക്കഴിഞ്ഞാൽ സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അൾട്രോസിൽ വരുന്ന ആ ഒരു സെയിം 1.2 പെട്രോൾ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ വലുപ്പം അതേപോലെ തന്നെ ഈ ഒരു ഇൻടേക്ക് ഡക്റ്റിൻ്റെ വലുപ്പം ഒക്കെ കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ആ ഡൈനാ പ്രോ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഒരു ടെർബോ ലൈക്ക് വർക്കിംഗ് ആണ് അവിടെ വരുന്നത്. അതായത് എയർ ഫ്ലോ ഇൻടേക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു എയർ ഫ്യൂൽ മിക്സർ റേഷ്യോ 14:1 എന്നുള്ള ആ ഒരു റേഷ്യോയിലേക്ക് മാക്സിമം അത് എത്തിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കമ്പഷൻ ഇവിടെ നടക്കുകയും ചെയ്യും. അതിനോടനുബന്ധിച്ച് നല്ലൊരു മൈലേജും ബെറ്റർ പെർഫോമൻസും ഈ ഒരു എഞ്ചിനിൽ നിന്ന് ലഭിക്കും. ഇനി
ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരു 3 ലെയർ ഡാഷ്ബോർഡ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് ഒരു ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ഫിനിഷിംഗ് കാണാം. സെൻട്രലായിട്ട് ഒരു ഗ്ലേഷ്യൽ ഗ്രേ കളർ ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഒരു മിഡിൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടെ ക്ലോസർ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡോട്ടഡ് ആയിട്ട് അവിടെ ഒരു ട്രൈആരോ പാറ്റേൺ, അത് നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കില്ല, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ. ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു 7 ഇഞ്ച് ഹർമൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. നെക്സോണിലും അൾട്രോസിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് വയേർഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതേപോലെ തന്നെ വാട്ട് 3 വേർഡ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഓപ്ഷണൽ വേരിയൻ്റ് ആയിട്ട്, അതായത് ഫുൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ വേരിയൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഐറ കണക്ടിവിറ്റി, അതായത് നെക്സോൺ ഫുൾ ഓപ്ഷനിലോ അൾട്രോസ് ഫുൾ ഓപ്ഷനിലോ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കണക്റ്റഡ് കാർ ഫീച്ചർ ആയിട്ടുള്ള ഐറ ആപ്പ് കണക്ടിവിറ്റി ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ട് വരുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ AC കൺട്രോളിങ് കാര്യങ്ങളും ബ്ലോവർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ സാധിക്കും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു പാർക്ക് അസിസ്റ്റ് സംവിധാനം വരുന്നുണ്ട്. ഈ ഒരു പാർക്ക് അസിസ്റ്റൻറ്റിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് റിവേഴ്സ് ഗിയർ ഇടാതെ തന്നെ വണ്ടി ഫോർവേഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പാർക്ക് അസിസ്റ്റ് സംവിധാനം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ക്യാമറ ഓണായി നിൽക്കും. നമ്മൾ ആ ഒരു സ്റ്റിയറിങ്ങിനനുസരിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗൈഡ് ലൈനും നമുക്കിവിടെ കാണാം. ഈ ഒരു ഹർമൻ്റെ സിസ്റ്റം വരുന്നത് ടോട്ടൽ ഒരു 6 സ്പീക്കർ സിസ്റ്റമാണ്. അതായത് 4 സ്പീക്കറും 2 ട്യൂട്ടേഴ്സുമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾസ് കാണാം. നമുക്കിവിടെ AC ഓൺ ഓഫ് ബട്ടൺ ഇവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോവർ അഡ്ജസ്റ്റ് ചെയ്യാനും AC പൊസിഷനും ഫ്രണ്ട് ഡീഫോഗറിൻ്റെ റിയർ ഡീഫോഗറിൻ്റെ ബട്ടൺസ് ഒക്കെ നമുക്കിവിടെ നൽകിയിരിക്കുന്നതായി കാണാം. വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു USB പോയിന്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പവർ സോക്കറ്റ് കൂടാതെ ഈ ഒരു ഗിയർ നോബ് കഴിയുന്ന എവിടെയായിട്ട് ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റ് നൽകിയിട്ടുണ്ട് മൊബൈൽ ചാർജിങ്ങിനൊക്കെ ആവശ്യമായിട്ട്. പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു വാഹനത്തിൽ സെൻട്രൽ ആംബ്രസ്റ്റ് വരുന്നില്ല. അതിന് പകരമായിട്ട് നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് അതേപോലെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ അകത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ടാബ്ലറ്റ് ട്രേ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനൊരു കൺട്രോൾ വാൽവ്, ആ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ വാൽവും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ലാമ്പും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ നെക്സോണിലും അൾട്രോസിലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ വരുന്ന സെയിം ലെതർ റാപ്ഡ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇതൊരു ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിംഗ് നൽകിയിരിക്കുന്നതായിട്ട് കാണാം. സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മീഡിയ സ്ക്രീനിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളുടെയും കൺട്രോൾ ബട്ടൺസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് അതേപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ആണ് വരുന്നത്. അതിൻ്റെ സെൻസേഴ്സ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെയും ഹെഡ് ലാമ്പിൻ്റെയും കൺട്രോൾസും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൽ നമുക്കൊരു 7 ഇഞ്ച് TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ആൾട്രോസ് ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്ന അതേ ഒരു TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ അലൈൻ സ്റ്റിയറിംഗ് വീൽ എന്ന് കാണിക്കും. ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. പക്ഷേ വീലിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാനാണ് അത് കാണിക്കുന്നത്. ജസ്റ്റ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിയറിംഗ് വീൽ അലൈൻഡ് ആയി എന്നുള്ളത് അതിൽ കാണിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ടു എംടി, വണ്ടിയുടെ ആവറേജ് മൈലേജ്, ഇൻസ്റ്റന്റേനിയസ് ഫ്യൂൽ എക്കണോമി, പവർ ടോർക്ക് ഗ്രാഫ് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ബേസിക് ആയിട്ട് വരുന്ന ഓഡോ ആൻഡ് ട്രിപ്പ് മീറ്റേഴ്സും ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം N എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് ആക്ച്വലി ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ന്യൂട്രൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു N എന്നുള്ളത് കാണിക്കും. നമ്മൾ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഓരോ ഗിയർ ബൈ ഗിയർ മാറുന്നത്. ഇതൊരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. മാനുവലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും നമുക്ക് 5 സ്പീഡ് തന്നെയാണ് വരുന്നത്. ഓരോ ഗിയർ ബൈ ഗിയർ നമുക്ക് മാറുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു ടാക്കോമീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അനലോഗ് സ്പീഡോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വാണിംഗ് ലൈറ്റിൻ്റെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഡ്രൈവർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോഗ് ലാമ്പിൻ്റെയും മൾട്ടി ഡ്രൈ മോഡിന് എക്കോ സിറ്റി 2 ഡ്രൈ മോഡ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ആ ഒരു ഡ്രൈ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്കോ മോഡിൻ്റെ ബട്ടണും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന സംവിധാനം ഈ ഒരു മോഡലിലേക്ക് വരുന്നില്ല.
പിന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈറ്റ് കളർ ഫിനിഷ് ട്രൈയാരോ പാറ്റേണോട് കൂടിയിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ ഫിനിഷ് നമുക്ക് ഈ ഒരു ഡോർ പാഡിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ആ ഒരു ആംബ്രസ്റ്റിൻ്റെ മുകളിലായിട്ടാണ് നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന മിറേഴ്സിൻ്റെ കൺട്രോൾസും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഡോർ പാഡിൻ്റെ മുകളിലായിട്ട് ഒരുപാട് യൂട്ടിലിറ്റി സ്പേസസ് വരുന്നുണ്ട്. ഒരു 1 ലിറ്റർ ബോട്ടിൽ കപ്പാസിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അംബ്രല്ല ഹോൾഡറൊക്കെ ഈ ഒരു ഡോർ പാഡിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് സ്പീക്കറിൻ്റെ പോർഷൻ കാണാം. ഇതിൻ്റെ ചുറ്റുമായിട്ട് ആ ഒരു ട്രൈയാരോ പാറ്റേണും നൽകിയിട്ടുണ്ട്. സെക്കൻഡ് റോ ഡോർ പാഡിൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ഒരു വൈറ്റ് കളർ ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട്. സെയിം നമ്മുടെ ട്രൈയാരോ പാറ്റേൺ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഒരു 1 ലിറ്റർ ബോട്ടിൽ കപ്പാസിറ്റി, അതോടൊപ്പം തന്നെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്കൊരു മൾട്ടി ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. എക്കോ മോഡും സിറ്റി ഡ്രൈവ് മോഡും വരുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലുള്ള ഒരു ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എക്കോ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സോണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ നെക്സോണിൽ 3 ഡ്രൈവ് മോഡ് ആണെങ്കിൽ ഇതിൽ നമുക്ക് 2 ഡ്രൈവ് മോഡാണ്. സിറ്റിയും എക്കോയാണ് വരുന്നത്. ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എക്കോ മോഡിൽ പൊതുവേ നമുക്ക് പവർ കമ്പാരിറ്റീവ്ലി സിറ്റി മോഡലിനേക്കാളും കുറവായിരിക്കും. മറ്റൊരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന ഫീച്ചറാണ്. അത് ആക്ച്വലി നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലുള്ള ഡ്രൈവിങ്ങിലൊക്കെ നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു ട്രാഫിക്കിൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വാഹനം ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ആണെങ്കിൽ നമ്മൾ ആ ഒരു വാഹനം ട്രാഫിക്കിൽ നിർത്തി ന്യൂട്രൽ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവും. ഇവിടെ നമ്മൾ ക്ലച്ച് ഓട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഇത്തരത്തിലൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ 10% വരെ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ടാറ്റ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റ പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കണ്ട ആ ഒരു മോഡലാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വരുന്നത് AMT ട്രാൻസ്മിഷൻ ആണ്. അതായത് ഓട്ടോ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ AMT എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്കറിയാം സെയിം നമ്മുടെ മാനുവൽ അതേ ഗിയർ ബോക്സ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, ഒരു ആക്ച്വേറ്റേഴ്സ് ഒക്കെ വരുന്ന ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മുടെ ആ ഗിയർ ഷിഫ്റ്റിങ്ങിന് പറയുന്നത് നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്യുന്നതിന് പകരം അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നതുള്ളൂ. വേറെ യാതൊരു വിധത്തിലുള്ള ഗിയർ ബോക്സിലോ കാര്യത്തിലോ ഒന്നും വ്യത്യാസം വരുന്നില്ല. സാധാരണ ഒരു AMT വേരിയൻ്റുള്ള ഒരു വാഹനം ഓടിക്കുന്ന ആ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ടാറ്റയുടെ ഈ ഒരു പഞ്ചിൽ വരുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഓടിക്കുമ്പോൾ അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല. തീരെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ബേസിക്കലി അവർ ആ ഒരു നോർമലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവണം. AMT വേരിയൻറ്റിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി എവിടെ യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയൊരു കയറ്റം കയറാണ്, അവിടുന്ന് അതായത് ഒരു 45 ഡിഗ്രി വരെയുള്ള കയറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെട്ടെന്ന് നിർത്തിയെടുക്കുന്ന സമയത്തൊക്കെ ബ്രേക്ക് ചവിട്ടി ബ്രേക്കിൻ്റെ മുകളിൽ കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ക്രീപ്പ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഫോഴ്സ് പിന്നോട്ട് ഒഴിയാതെ, അതായത് കയറ്റത്തിൻ്റെ മുകളിൽ വെച്ച് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് പിന്നോട്ട് ഒഴിയാതെ മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. വലിയ ഹിൽ ഏരിയ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ അസിസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. നോർമൽ AMT ഓടിക്കുന്ന പോലെ തന്നെ എടുക്കണം. പക്ഷേ ചെറിയ കയറ്റത്തിലൊക്കെ ഈ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ ബ്രേക്കിൻ്റെ മുകളിൽ കാലെടുത്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന മറ്റൊരു ഫംഗ്ഷനാണ് കിക്ക് ഡൗൺ ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് കയറിപ്പോൾ, മാനുവൽ വേരിയൻ്റ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് കയറിപ്പോൾ ആ ഒരു ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മളൊന്ന് ആക്സിലേറ്റർ പെഡൽ ഒന്ന് അമർത്തി ചവിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ക്വിക്കായിട്ട് നമുക്ക് ഷിഫ്റ്റ് ഡൗൺ ആയിട്ട് പെട്ടെന്ന് കയറി പോകാനായിട്ട് സാധിക്കും. AMT വേരിയൻറ്റ് വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങളിൽ ഇതേപോലെ ആക്സിലേറ്റർ പെഡൽ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഡൗൺ ആവാറുണ്ട്. പക്ഷേ അതിൽ കുറച്ചൊരു ലാഗ് ഉണ്ടാവാറുണ്ട്. പൊതുവെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അധികം ലാഗ് ഫീൽ ചെയ്യില്ല. നമ്മൾ ആ പെട്ടെന്ന് ചവിട്ടുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ഷിഫ്റ്റ് ഡൗൺ ആവും, പെട്ടെന്ന് നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കും. ടാറ്റ പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. അതായത് കുറച്ച് ഓഫ് റോഡൊക്കെ പോകാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ പൊതുവേ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ ഇതിൽ നമുക്കൊരു ട്രാക്ഷൻ പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം വരുന്നത്, അത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ മാത്രം വരുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീച്ചറാണ്. സപ്പോസ് നമ്മളൊരു വെറ്റായിട്ടുള്ള റോഡിൽ കൂടെ, ഒരു മഡിൽ കൂടെയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, വീൽ ഇപ്പോൾ സപ്പോസ് സ്ലിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളോട് ചോദിക്കും ഈ ഒരു ട്രാക്ഷൻ പ്രോ മോഡ് ആക്ടിവേറ്റ് ചെയ്യണോ എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ചോദിക്കും. നമ്മൾ ആക്ടിവേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ആക്സിലറേഷൻ്റെ റെസ്പോൺസ് കുറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ കാണിക്കും. നമ്മൾ ജസ്റ്റ് സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം ഉപയോഗിക്കുമ്പോൾ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്യാറില്ല. ഇതിൽ നമുക്ക് ആ ട്രാക്ഷൻ പ്രോ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് ബ്രേക്കിൻ്റെ മുകളിലും റൈറ്റ് ലെഗ് എടുത്തിട്ട് ആക്സിലേറ്റർ പെഡലിൻ്റെ മുകളിലും കൊടുത്തിട്ട് പതിയെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ലിപ്പറി ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് വണ്ടി എടുത്ത് പോകാനായിട്ട് സാധിക്കും. സപ്പോസ് ട്രാക്ഷൻ പ്രോ മോഡ് ആക്ടിവേറ്റ് ആയതിനു ശേഷവും നമുക്ക് കയറി പോകാൻ പറ്റാത്തൊരു ചളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും, സിസ്റ്റത്തിൽ എഴുതി കാണിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ദിസ് ഈസ് ബിയോണ്ട് മൈ ലിമിറ്റ് എന്നുള്ളത് ആ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു മാർഗ്ഗത്തിലേക്ക് പോകാനും സാധിക്കും.
പ്രൈസിംഗിലേക്ക് വരുമ്പോൾ പഞ്ചിന്റെ മാനുവൽ വേരിയന്റിന് 5,49,000 രൂപ മുതൽ 8,49,000 രൂപ വരെയും ഓട്ടോമാറ്റിക് വേരിയന്റിന് 6,99,000 രൂപ മുതൽ 9,09,000 രൂപ വരെയുമാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വണ്ടിയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ്.